നമസ്കാരം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ലെസണിലെ മൂന്നാമത്തെ പാർട്ടിലെ വീഡിയോ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്ങനെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെക്ക് ചെയ്തത്. ഇവിടെ അതിൻ്റെ കൂടുതൽ പ്രോബ്ലംസിലോട്ട് പോകാം. ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് where f is defined by the ഫംഗ്ഷൻ തന്നിരിക്കുന്നു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3 where x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 -2x -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 6x പ്ലസ് 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇതൊന്ന് ക്ലിയർ ആവാൻ നമുക്കൊരു നമ്പർ ലൈൻ വരച്ച് നോക്കാം. ഇതാ ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. -∞ +∞ മാർക്ക് ചെയ്യുന്നു. -3 മാർക്ക് ചെയ്യുന്നു. -3യുടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3ക്ക് മോഡ് എക്സ് പ്ലസ് 3 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 തൊട്ട് +3 വരെ -2x ആണ്. അതിവിടെ എഴുതുന്നു. 3 തൊട്ട് 3 മാർക്ക് ചെയ്തിട്ട് 3 തൊട്ട് മുകളിലോട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 6x പ്ലസ് 2. ഇത് വരയ്ക്കുന്നത് യാതൊരു നിർബന്ധവുമില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആണ്. 2 പോയിൻറ്റിലാണ് നമുക്ക് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് -3ലും പിന്നെ ഒന്ന് 3ലും. അപ്പോൾ എക്സ് ഈക്വൽ ടു -3 നമ്മൾ എഴുതുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3. -3ക്ക് ഇവിടെ -3 വരുന്ന 2 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഇതും ഒന്ന് ഇതും. ആദ്യത്തെ എടുത്ത് എഴുതുന്നു മോഡ് എക്സ് പ്ലസ് 3. അതിൽ -3 കൊടുക്കുന്നു. -3 + 3 = 3 + 3 6. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ -3യുടെ അടുത്ത ഭാഗം വരുന്നത് -2x ആണ്. അവിടെ അപ്ലൈ ചെയ്യുന്നു. -2 × -3 = 6. രണ്ടും സെയിം ആണ്. എഫ് ഓഫ് -3 = 6 ആണ്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x = -3. അടുത്ത് നോക്കാം x = 3. LHL = ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. 3 വരുന്ന ഏതൊക്കെയാണ് ഫംഗ്ഷൻ? ഇവിടെയും 3 ഇവിടെയും 3. ഈ 2 ഫംഗ്ഷൻസാണ് വരുന്നത്. അതിൽ ആദ്യത്തെ എടുത്ത് എഴുതുന്നു -2x. -2 × 3 = -6. RHL = ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. ഇനി 3 വരുന്നത് ഇവിടെയാണ്. അതെടുത്ത് എഴുതുന്നു 6x + 2. 6 × 3 + 2 18 + 2 20. ഇത് രണ്ടും ഈക്വൽ ആണോ? LHL നോട്ട് ഈക്വൽ ടു RHL. അപ്പോൾ അവിടെ എന്തല്ല? എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x = 3. NUOUS. അപ്പോൾ ആകെ ഒറ്റ പോയിൻ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളൂ x = 3ൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് x = mod x by x ഇഫ് x നോട്ട് ഈക്വൽ ടു 0 ഇഫ് x = 0. x 0 അല്ലെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ. ഞാൻ വീണ്ടും ഈ നമ്പർ ലൈൻ വരയ്ക്കണം നിർബന്ധമില്ല, എന്നാലും ഞാൻ വരയ്ക്കുകയാണ്. x = 0ലാണ് മാറ്റം വരുന്നത്. x നോട്ട് ഈക്വൽ ഇവിടെയാണെങ്കിൽ 0 ആണ്. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ mod x by x ആണ്. അതായത് x ലെസ് ദാൻ 0 ആണെങ്കിലും x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും mod x by x ആണ്. നമുക്ക് നോക്കി നോക്കാം. x ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? x ലെസ് ദാൻ 0 ആണെങ്കിലും mod x by x ആണ്. x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും mod x by x ആണ്. പക്ഷേ x ലെസ് ദാൻ 0 ആണെങ്കിൽ mod xനെ എങ്ങനെ എഴുതാം? x ലെസ് ദാൻ 0 ആണെങ്കിൽ mod xൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് -x by x ആണ്. x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് x. അപ്പോൾ അതായത് x ലെസ് ദാൻ 0ൽ ഫംഗ്ഷൻ -x by x എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടെ 1. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് റീറൈറ്റ് ചെയ്യാം. എഫ് ഓഫ് x = -1 ഇഫ് x ലെസ് ദാൻ 0 1 ഇഫ് x ഗ്രേറ്റർ ദാൻ 0. ഇതിൽ നിന്ന് നമുക്കിനി ഇതൊന്നും ചെയ്യണ്ട, കണ്ടാൽ തന്നെ അറിയാം ഇത് രണ്ടും ഈക്വൽ ആവില്ല. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു 0ൽ 0 ആണെന്നാണ്. 0 x = 0 കണ്ടോ. LHLും RHLും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ -1 വരും, റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ 1 വരും. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 വരും. ഒരു തരത്തിലും ഇത് ഈക്വൽ ആവില്ല. LHL = -1, RHL = 1, LHL not equal to RHL. Therefore, f of x is not continuous at x = 0. അപ്പോൾ x = 0ൽ ഇത് കണ്ടിന്യൂസ് അല്ല. ബാക്കി എല്ലായിടത്തും ഇത് കണ്ടിന്യൂസ് ആണ്. 0ൽ മാത്രമേ നമുക്കൊരു ഡൗട്ടുള്ളൂ. ഇത് നിങ്ങൾക്കൊന്ന് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലെന്ത് വരും? x ലെസ് ദാൻ 0 വരുമ്പോൾ ഇതിലിങ്ങനെ x ലെസ് ദാൻ 0 ആണെങ്കിൽ x by mod x ഉം x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ -1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കാം. x ലെസ് ദാൻ 0 ആണെങ്കിൽ ഇവിടെ എന്ത് വരും?
ലെസ് ദാനിൽ മൈനസ് എക്സ് ആണ് മോഡ് എക്സ്, എക്സ് ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ് വരുന്നത് -1. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എന്താണ് -1 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, എല്ലായിടത്തും വാല്യൂ -1 തന്നെയാണ് കിട്ടുന്നത്. കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഈ ഫംഗ്ഷൻ പിന്നെ നമുക്കിനി റീറൈറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ -1 ഉള്ളൂ, വേർ എക്സ് ലെസ് ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എല്ലായിടത്തും -1 തന്നെയാണ്. അപ്പോൾ LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 0. അവിടെ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഇത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ ഇവിടെ ഏതൊക്കെ വാല്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് പറയൂ, ഏതൊക്കെ വാല്യൂയിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ഒന്ന് 0ലും ചെക്ക് ചെയ്യണം, പിന്നെ ഒന്ന് 1ലും ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0. LHL എന്ന് പറഞ്ഞാൽ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ 0 വരുന്ന സ്ഥലങ്ങളിൽ 2xഉം 0 ആണ്. അപ്പോൾ 2x എഴുതി ആദ്യത്തെ, എക്സിന് സ്ഥലത്ത് 0 കൊടുക്കണം, 0. RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, രണ്ടാമത്തെ ഫംഗ്ഷൻ 0 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ 0. കണ്ടു, രണ്ടോടത്ത് ഈക്വലായി. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാലും 0 ആണ്, കാരണം ഈക്വൽ ടു പറയുന്ന സ്ഥലം ഇവിടെയാണ്, 0ന് ഈക്വൽ ടു വരുന്ന സ്ഥലം ഇവിടെയാണ്, അവിടെ 0 തന്നെയാണ്. ദെർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ്. ഇനി അടുത്ത വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 1ലാണ്. എക്സ് ഈക്വൽ ടു 1 ചെക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് വരിക? LHL എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 വരുമ്പോൾ വരുന്ന വാല്യൂ ഒന്ന് 0യും ഒന്ന് 4xഉം, അപ്പോൾ 0. ആദ്യത്തേത് 0 ആണ്, അത് എഴുതി 0 തന്നെ. RHL എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4x ആണ്, 4x. പക്ഷെ ഇതിൽ നമ്മൾ എഴുതി തെറ്റല്ലേ, ഈക്വൽ ടു 1ലാണ് ചെക്ക് ചെയ്യേണ്ടത്, അപ്പോൾ എക്സ് ടെൻസ് ടു 1 എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷേ 0 ആയതുകൊണ്ട് ഇവിടെ 0 തന്നെ വേണം. ഇവിടെയും 1 തന്നെയാണ്, 4x. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 1 ഈക്വൽ ടു 4. 0യും 4ഉം ഈക്വൽ അല്ല. LHL therefore F is not continuous at x equal to 1. x equal to 1ലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ച് ചോദ്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ഇതിൻ്റെ ഏതൊക്കെ വാല്യൂയിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? -1ലും 1ലും. അപ്പോൾ എക്സ് ഈക്വൽ ടു -1 എഴുതാം. ഇനി ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് എഴുതുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി പോകണം, എല്ലാ സ്റ്റെപ്പുകളോടെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ LHL എന്ത് വരും? ആദ്യത്തെ ഫംഗ്ഷൻ -2. ഇങ്ങനെ എഴുതരുത്, അതിനാവശ്യമുള്ള സ്റ്റെപ്പുകൾ എഴുതണം. RHL ഈക്വൽ ടു എന്ത് വരും? 2x ആണ്. 2xൽ ഏത് വാല്യൂ ആണ്? എക്സിന് -1 ആണ് കൊടുക്കേണ്ടത്. 2 × -1 ഈക്വൽ ടു -2. രണ്ട് ഈക്വലാണ്. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഇതിനിടയ്ക്ക് ഇനി നിങ്ങൾ എന്താണ് എഴുതി ചേർക്കാനുള്ളത്? ഇതിനിടയ്ക്ക് എഴുതാനുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1, ഫംഗ്ഷൻ ഏതാണ്? -2. ഇവിടെ എന്ത് ചേർക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു -1, ഫംഗ്ഷൻ 2x. ഈ ഒരു സ്റ്റെപ്പും കൂടി ഇതിൽ എഴുതിയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു -1ൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു 1ലാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഇനി ഞാൻ ഇതുപോലെ തന്നെ എഴുതട്ടെ, നിങ്ങൾ ഇതിൻ്റെ ഇടയത്തെ സ്റ്റെപ്പ് എഴുതാൻ മറക്ക് വയ്ക്കോ. 1ൻ്റെ സ്ഥലത്ത് 2x ആണ്, 2x. 2 × 1 ഈക്വൽ ടു 2. RHL എന്ന് പറയുമ്പോൾ രണ്ടാമത്തത് 2 തന്നെയാണ്, 2. രണ്ടും ഈക്വലാണ്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ -1ലും 1ലും കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇത് കണ്ടിന്യൂസ് ആയിക്കോളും. ഇവിടെ നോക്കി നോക്കൂ, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് നിങ്ങൾ തന്നെ എഴുതണം, ഞാനൊന്നും എഴുതില്ല. ഏതൊക്കെ വാല്യൂയിലാണ് ചെക്ക് ചെയ്യേണ്ടത്? കണ്ടിന്യൂസ് ആണോ അല്ലേ? ഏതൊക്കെ വാല്യൂയിലാണ് ചെക്ക് ചെയ്യേണ്ടത്? ഒന്ന് 1ലും പിന്നെ ഒന്ന് 3ലും. 1ലും 3ലും ആണ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യേണ്ടത്. 1ൻ്റെ അവസ്ഥ എന്താ? ഒരെണ്ണം 3ഉം ഒരെണ്ണം 4ഉം ആയിരിക്കും. 3, 4 ഈക്വലാണോ? അല്ല. അറ്റ് എക്സ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി 3ൽ നോക്കുമ്പോഴോ ഒരെണ്ണം 4ഉം ഒരെണ്ണം 5ഉം ആണ്. അപ്പോൾ 3ൽ 4ഉം 5 ഈക്വൽ അല്ലല്ലോ. അപ്പോൾ LHL നോട്ട് ഈക്വൽ ടു RHL ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു 3ലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? പോയിൻ്റ് ഓഫ് ഏതൊക്കെ സ്ഥലത്താണ് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്? എവിടേക്കായിരിക്കും? എക്സ് ഈക്വൽ ടു 1ലും എക്സ് ഈക്വൽ ടു 3ലും. ഈ രണ്ട് സ്ഥലത്തും കണ്ടിന്യൂസ് അല്ല, ഈ രണ്ട് സ്ഥലത്തും. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എഴുതാനുള്ളത് നിങ്ങൾ സ്വയം എഴുതി നോക്കണം. ഇനി അതുപോലെ അടുത്തൊരു പ്രോബ്ലം നോക്കാം.
discuss the continuity of the function f of x equal to 1 by x where x not equal to 0. 1 by x ഗ്രാഫ് ഓർമ്മയില്ല നിങ്ങൾക്ക്? 1 by x വരിക ഇതാ ഇങ്ങനെയായിരുന്നു 1 by x ഗ്രാഫ് വാല്യൂ കൊടുക്കുമ്പോൾ. അതായത് 0നോട് അടുക്കും തോറും ഈ ഫംഗ്ഷൻ വലുതായി വരും. 0നേക്കാൾ അകലും തോറും ഫംഗ്ഷൻ ചെറുതായി വരും. അപ്പോൾ ഇങ്ങനെ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇങ്ങനെയാണ് എക്സിൻ്റെ 1 by x ഗ്രാഫ് വരിക. നമുക്ക് 1 by x ഗ്രാഫ് നോക്കി നോക്കാം. അതിൽ 0നോട് അടുക്കുമ്പോഴാണ് ആദ്യം അറ്റ് എക്സ് ഈക്വൽ ടു സി നോക്കി നോക്കാം. എക്സ് ഈക്വൽ ടു സി കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 1 by c. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്തെന്നെ വരിക? 1 by c. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. ഇനി നോക്കി നോക്കാം, ഈ 0 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ അവസ്ഥ എന്താ? 0ലേക്ക് എത്തും തോറും ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചാൽ നെഗറ്റീവ് വാല്യൂ, ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചാൽ പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷേ അതായത് 0ലേക്ക് നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക് കാണാമല്ലോ, ഇതിങ്ങനെ വന്നിട്ട് പിന്നെ മുട്ടാതെയാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എക്സ് ഈക്വൽ ടു 0ൽ 1 by x കണ്ടിന്യൂസ് അല്ല. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻറ്റിൽ 1 by x കണ്ടിന്യൂസ് അല്ല. പക്ഷേ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻ്റ് ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിനിലില്ല. കണ്ടോ? എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുള്ളൂ. നമുക്ക് നമ്മുടെ ഡെഫിനിഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഡൊമെയിനിലുണ്ടെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടോ. 0ൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി 0.1 0.1 വന്നു കഴിഞ്ഞാൽ 0.1ൻ്റെ രണ്ട് സൈഡിലും പോസിറ്റീവ് തന്നെയാണ് നമ്പർ വരിക, അവിടെ കണ്ടിന്യൂസ് ആണ്. 0.01 അവിടെയും ഇവിടെ തന്നെയാണ്, ഈ ഭാഗത്ത് തന്നെയാണ് വരിക. 0.01 എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിൽ തന്നെയാണ് വരിക. അത് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുമോ? ഇല്ല. 0.01ൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും ഇവിടെ പോസിറ്റീവ് വാല്യൂസ് തന്നെയാണ് വരിക. അതുപോലെ നെഗറ്റീവ് 0.01 എന്നുവെച്ചാൽ അത് ഇവിടെ ആയിരിക്കും നിൽക്കുക, അതിൻ്റെ രണ്ട് സൈഡും ഇവിടെ തന്നെയാണ്. ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ ഒരേ പോയിന്റിൽ വരുന്നുണ്ടാവും. ആകെ 0ൽ മാത്രമാണ് ഒരെണ്ണം താഴെയും ഒരെണ്ണം മുകളിലും നിൽക്കുന്നുണ്ടാവുക. പക്ഷേ 0 ആണെങ്കിൽ എന്തല്ല, ഡൊമെയിനിലില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നാണ് തോന്നുക. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് കൈ എടുക്കാണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇവിടെ നിന്ന് വരച്ച് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഫംഗ്ഷൻ കാണുമ്പോൾ കണ്ടിന്യൂസ് അല്ല, പക്ഷേ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടിന്യൂസ് അല്ലാത്തത്. 0 എവിടെ ഇല്ല? അറ്റ് എക്സ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ബട്ട് എക്സ് ഈക്വൽ ടു 0 ഈസ് നോട്ട് ഇൻ ദ ഡൊമെയിനിൽ ഇതില്ല. അതായത് ഇത് എവിടെയോ കുറേ സമയം അതായതുകൊണ്ട് therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയാനുള്ള മാർഗ്ഗമേ നമ്മുടെ കയ്യിലുള്ളൂ. അതായത് അപ്പം അതിനർത്ഥം എന്താ? കണ്ടിന്യൂസ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിങ്ങനെ നീണ്ടുപോയി എപ്പോഴോ ഇതുമായി കൂടി ചേർന്ന് ഇതിലേ വരുന്നുണ്ട്. അതിലതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് കൈയെടുക്കാതെ കുറേ കഴിയുമ്പോൾ, അതായത് ഇപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയാൽ കുറേ കഴിയുമ്പോൾ അത് മറ്റേ ഭാഗത്തോടെ തിരിച്ചു വരും എന്ന് പറയുന്നതിന് അതുപോലെ ഒരു കൺസെപ്റ്റാണ് ഇത്. എന്നെങ്കിലും ഇതിപ്പോൾ ഇൻഫിനിറ്റിയാണ്, ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും ഇത് ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. ഇൻഫിനിറ്റിയിൽ വെച്ചിട്ട് എവിടെയോ ഇത് ചേർന്ന് ഇപ്പുറത്തെ കൂടെ വരുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത പാർട്ടിലോട്ട് പോകാം. ഡിസ്കസ് കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 2. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് 0ലാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ 0 എന്ന് പറയുന്നത് എവിടെ ഇല്ല, ഈ ഫംഗ്ഷനിലില്ല. ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്നിടത്ത് നമുക്ക് അറ്റ് എക്സ് ഈക്വൽ ടു സി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ സിയിൽ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് സി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0ൽ ഒറ്റ ആളേ ഉള്ളൂ. അപ്പോൾ LHL RHL ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് എഴുതാം എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി പ്ലസ് 2. ഇനി എഫ് ഓഫ് സി എന്ന് പറഞ്ഞാലും സി പ്ലസ് 2. therefore എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 0ലും ഒരു സി വെച്ചിട്ട് തന്നെയാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കാരണം ബാക്കി ഒരു പർട്ടിക്കുലർ വാല്യൂ അവിടെ ഇല്ല. മൈനസ് സി പ്ലസ് 2. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാലും മൈനസ് സി പ്ലസ് 2. therefore എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0.
പക്ഷേ ഈക്വൽ ടു സീറോയിൽ എന്തായിരിക്കും? ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ 1 2 മറ്റേത് 2 തന്നെയാണ് വരിക. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഈക്വൽ ടു സീറോയിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈക്വൽ ടു സീറോ ഡൊമൈനിൽ ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. Therefore f of x is continuous. ഇനി അടുത്ത് നോക്കാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും ഇത് ചാടി പോകുന്നുണ്ടാവുക. ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. നമുക്ക് നമുക്ക് ഈ ഗ്രാഫ് ഇതിങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് വരച്ച് വയ്ക്കേ വേണ്ടൂ. ഇവിടെ ഡാർക്കൻ ചെയ്യണം, ഇവിടെ ഇല്ല, ഇവിടെ ഡാർക്കൻ ചെയ്യണം. അങ്ങനെ ഗ്രാഫ് വരച്ച് വെച്ചിട്ട് പറയാം എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ഓൾ ഇൻറ്റീജേഴ്സിലൊന്നും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതിന് എക്സാമ്പിൾ ഈ ഗ്രാഫ് വരച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ എഴുതി ഇവിടെ പ്രൂവ് ചെയ്യണമെന്നില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഒരു ട്രിഗണോമെട്രി ക്വസ്റ്റ്യനാണ്. അതായത് സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് സൈൻ ഫംഗ്ഷൻ. ഈ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചൊരു സംഭവം വേണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി എന്നൊരു തിയറമുണ്ട്. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈൻ ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എൽ എച്ച് എൽ അല്ലെങ്കിൽ ആർ എച്ച് എൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുന്നത്. അപ്പോൾ ആർ എച്ച് എൽ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇത് ഒരുപാട് ലെങ്ത് ആവാണ്. അപ്പോൾ നമ്മളിത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഈ കണ്ടിന്യൂറ്റി ഓഫ് സൈൻ ഫംഗ്ഷൻ തൊട്ടുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.